ഒരു വ്യക്തിയും ഒരു കുടുംബവും തകർന്നു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ ഒരു പരാജയമാണോ? നമ്മളൊക്കെ ഒരു പരാജയമാണോ? നമ്മളൊരു പരാജയമാണെങ്കിൽ അതിനു മുമ്പ് ആര് പരാജയപ്പെട്ടിട്ടുണ്ട്? ആര് പരാജയപ്പെട്ടിട്ടുണ്ട്? ദൈവം പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പരാജയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും കൂടെ പരാജയമായി പോകും. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ച്, ദൈവം നമ്മളെ പരിപാലിച്ച് വഴി നടത്തുക അല്ലേ? അല്ലേ? എന്നിട്ട് നമ്മൾ പരാജയപ്പെട്ടാലോ? അത് ദൈവത്തിനോട് ഇത് പരാജയം അല്ലേ? ഉദാഹരണം പറയാം. നമ്മുടെ മകൻ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. അങ്ങനെ അവനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കൂട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിക്കുക. ഇത് ആ മകന് മാത്രമാണോ സങ്കടം? ആണോ? അപ്പൻ്റെ അമ്മയുടെയും ചങ്ക് പൊട്ടണ വേദനയാ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പരാജയമായിട്ട് മാറും. അത് അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പനായ ദൈവം നമ്മൾ പരാജയപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉറക്കെ പറയൂ, ഉണ്ടോ? ദൈവമായിട്ട് നമ്മളെ പരാജയപ്പെടുത്തോ? നമ്മളായിട്ട് ദൈവത്തെ പരാജയപ്പെടുത്തോ? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വരല്ലേ? പ്രിയമുള്ളവരെ, സത്യം ഇതാണ്. നമ്മളാരും പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളായിട്ട് ദൈവത്തെ പരാജയപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മൾ വിജയിക്കാൻ ദൈവം, ഉറക്കെ പറയൂ, നമ്മൾ പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ഈ ജീവിതത്തിൽ വിജയിച്ച് നിത്യതയുടെ കിരീടം മേടിക്കുന്നത് നമ്മൾ ആരെക്കാളും സ്വപ്നം കാണുന്നത് നമ്മുടെ ദൈവമാണ്. ഒന്ന് കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കൈയടിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ടിവിയിലൊക്കെ ഈ റിയാലിറ്റി ഷോകളും മത്സരങ്ങളൊക്കെ കാണുന്നവർക്കുണ്ട് അല്ലേ? പാട്ടായി അല്ലെങ്കിൽ മറ്റ് കോമഡി പ്രോഗ്രാമായി പലതരത്തിലുള്ള റിയാലിറ്റി ഷോകളുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് ഇതൊക്കെ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ കൊച്ചിന് അല്ലെങ്കിൽ ആ ടീമിന് സമ്മാനം കിട്ടിയാൽ കൊള്ളാർന്നു എന്ന് ആഗ്രഹിക്കും അല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിലെ ഒരു റിയാലിറ്റി ഷോയിലാണ്. നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ട് ദൈവം ആഗ്രഹിക്കുക, ഇവനൊന്ന് വിജയിച്ച് കണ്ടായിരുന്നെങ്കിൽ, ഇവളൊന്ന് വിജയിച്ച് കണ്ടായിരുന്നെങ്കിൽ. നമ്മളോ ഇനിയിപ്പോ എന്തോന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ അതാ പോവുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതം വിജയിച്ചു കാണാൻ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയണതോ നമ്മളെ കൊണ്ട് വിജയിക്കാൻ പറ്റണില്ലെന്ന്. പക്ഷെ ഒരു കാര്യം ഓർക്കുക പ്രിയമുള്ളവരെ, എനിക്കും നിനക്കും വിജയിക്കാനുള്ള വക ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആ അനുഗ്രഹത്തിന്റെ കെട്ടുപൊട്ടിച്ച് ദൈവം ഒഴിക്കുന്നത് ഞാൻ എവിടെ ആയിരിക്കുന്നോ ആ ആയിരിക്കുന്ന കൂട്ടായ്മയിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബത്തിലാണ് എന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്, എൻ്റെ സമൂഹത്തിലാണ് എന്നെ അനുഗ്രഹിക്കുന്നത്, എൻ്റെ കൂട്ടായ്മയിലാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പല വ്യക്തികളും വ്യക്തിപരമായിട്ട് പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എവിടെയോ ആ വ്യക്തികൾ പങ്കുവെക്കേണ്ട ഇടങ്ങളിലെ പങ്കുവെക്കലുകൾ നടക്കാതെ വരുമ്പോഴാണ് വ്യക്തിപരമായിട്ടുള്ള പരാജയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയും മക്കളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഹാപ്പി ആയിട്ട് ജീവിച്ച് അങ്ങേറ്റം സ്നേഹിച്ച് പങ്കുവെച്ച് പോകുന്ന ഒരു കുടുംബത്തില് സത്യത്തിൽ ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒരു വഴിവിട്ട ജീവിത രീതിയിലേക്ക് തെറ്റിലേക്ക് പോകാനായിട്ട് പറ്റില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സ്നേഹത്തിന്റെ കെട്ടുറപ്പാ. ആ കെട്ടുറപ്പുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാനുള്ള കൃപാവരം ആര് തരും? ദൈവം തരും. പക്ഷെ ആ കെട്ടുറപ്പിന്റെ കെട്ട് പൊട്ടിക്കഴിഞ്ഞു കഴിയുമ്പോ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദൈവാനുഗ്രഹത്തിന്റെ ഒഴുക്ക് നിന്നു പോകും. ഒഴുക്ക് നിന്നു പോയി കഴിഞ്ഞാൽ
പതുക്കെ പതുക്കെ ലോകത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ കയറി അധികാരം ഏറ്റെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയങ്ങൾ അറിയാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഒരു ചെറുപ്പക്കാരൻ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അങ്ങേറ്റം കഠിനാധ്വാനം ചെയ്യുന്നു, കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മദ്യപാനമില്ല, പുകവലിയില്ല, അങ്ങനെ ദുശീലങ്ങളൊന്നുമില്ല, നന്നായിട്ട് അധ്വാനിക്കുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ ഒന്നുമില്ല. എവിടെ പോണെന്നൊരു എത്തും പിടിയില്ല. അലസമായിട്ട് കിടന്നുറങ്ങിയിട്ടല്ല, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, കുറേ പൈസ സ്വരുക്കൂട്ടുന്നുണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴും ഈ നമ്മുടെ നാടൻ ഭാഷ പറയില്ലേ, ജീവിതത്തിനൊരു ഒരു ഐശ്വര്യവും ഇല്ല, ഒരു ഗതിയില്ല. അല്ല, ജീവിതം അങ്ങോട്ട് പച്ച പിടിച്ചില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. കഠിനാധ്വാനം ചെയ്യണമെന്നല്ല, അങ്ങനെ ഉഴപ്പി നടന്നിട്ടൊന്നുമില്ല. എത്രയേറെ അധ്വാനിച്ച് എത്രയേറെ ക്ലേശങ്ങൾ ഏറ്റെടുത്തു, എന്നിട്ടും ഇപ്പോഴും ജീവിതത്തിന് ഒരു ഗതി പിടിച്ചിട്ടില്ല, ജീവിതം ഒന്നും പച്ച പിടിച്ചിട്ടില്ല, ഒരു ഐശ്വര്യമില്ല. ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലൊരവസ്ഥ. പക്ഷെ ചെറുപ്പക്കാരനോട് ഇരുന്ന് സംസാരിച്ച് വരുമ്പോഴാണ്, പ്രിയമുള്ളവരെ, അധ്വാനിക്കുന്നുണ്ട്, പൈസയും കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ കുടുംബത്തിൻ്റെ അകത്തളങ്ങൾ ചിന്നിച്ചെതറി കിടക്കുക. വീട്ടിനകത്തുള്ളവരെ ആദരിക്കാനോ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ കരുതാനോ അദ്ദേഹത്തിന് സമയമില്ല, താല്പര്യമില്ല. ഒരു പങ്കുവെപ്പും വീട്ടിൽ നടക്കുന്നില്ല. ജീവിത പങ്കാളി ഒരെണ്ണം കണ്ണീരിൽ കുതിർന്ന ജീവിതമായിട്ട് കഴിയുകയാണ്. ചിലപ്പോഴെങ്കിലും ചില ദിവസങ്ങളോളം മിണ്ടാതിരിക്കുന്നു. മക്കളോടൊരു നല്ല വാക്ക് പറഞ്ഞില്ല, എപ്പോഴും ദേഷ്യവും കോപവും തന്നെയാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു ചേർത്ത് പിടിക്കലോ ഒരു കരുതലോ ഇല്ലാതെ പോകുമ്പോൾ എത്ര അധ്വാനിച്ചിട്ടും അതിൻ്റെ മേല് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് നടക്കണില്ല. എന്നിട്ട് പിന്നെ ജീവിതം വിജയിക്കുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല.